കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ മുഖഛായ മാറ്റാനും സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയകളെ വേരോടെ പിഴുതെറിയാനും ലക്ഷ്യമിട്ടുള്ള പുതിയ കർമ്മ പദ്ധതികൾ ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ പ്രത്യേക യോഗത്തിനു ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് പുതിയ തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും കൂടുതൽ ജനസൗഹൃദമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തുന്നവരെ ഇനി മുതൽ കൃത്യമായി അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. സ്റ്റേഷനിൽ വരുന്നവരെ കുറ്റവാളികളെ പോലെ കാണാതെ അവരെ ഇരുത്തി അവരുടെ പരാതികൾ സമചിത്തതയോടെ കേൾക്കാനും പരിഹരിക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കും. പോലീസ് സ്റ്റേഷനുകളെ മികച്ച ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ സ്റ്റേഷനുകൾ കൂടുതൽ വൃത്തിയായി സൂക്ഷിക്കാനും വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ പോലീസ് ആക്ട് അനുസരിച്ച് അടിയന്തരമായി നീക്കം ചെയ്യാനും നടപടി സ്വീകരിക്കും. ജൂൺ 1 സ്കൂളുകൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിടുന്ന മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ കർശന നടപടികൾക്കാണ് പോലീസ് ഒരുങ്ങുന്നത്. മയക്കുമരുന്ന് വിപണനം തടയുന്നതിനായി ഓപ്പറേഷൻ തൂഫാൻ, നാർക്കോ ഫണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് രൂപം നൽകിയതായി രമേശ് ചെന്നിത്തല അറിയിച്ചു. മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്തുകയും അതിന്റെ വേരറുക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും കർശനമായി നിരീക്ഷിച്ച് നടപടി സ്വീകരിക്കാൻ കേരള പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിശക്തമായ പരിശോധനകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്നവരെയും നിയമത്തെ വെല്ലുവിളിക്കുന്നവരെയും യാതൊരു കാരണവശാലും വെറുതെ വിടില്ലെന്ന് മന്ത്രി കർശന മുന്നറിയിപ്പ് നൽകി. ജനമൈത്രി പോലീസ്, സ്റ്റുഡൻസ് പോലീസ്, കേഡറ്റ് എന്നീ സംവിധാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി അവ ശക്തിപ്പെടുത്തും. വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഇതിലെ സാങ്കേതിക പരിമിതികൾ മറികടക്കാൻ പോലീസിൽ പ്രത്യേക സൗകര്യങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ഒപ്പം വാഹന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള പുതിയ സംവിധാനങ്ങളും കാലികമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ പോലീസ് ട്രെയിനിംഗ് സിലബസും ഉടൻ നടപ്പിലാക്കും. ബ്ലേഡ് മാഫിയകൾക്കെതിരായ ഓപ്പറേഷൻ കുബേരയുടെ കാര്യത്തിൽ കൂടുതൽ ആലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര.